വെൽക്കം ടു മലയാളം ആസ്ട്രോളജി. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരിൽ സംഹാരമൂർത്തിയായി അറിയപ്പെടുന്ന ദൈവമാണ് ശിവൻ അഥവാ മഹാദേവൻ. ശിവം എന്ന വാക്കിന്റെ അർത്ഥം മംഗളകരമായത് എന്നാണ്. സൃഷ്ടിക്കും സ്ഥിതിക്കും ശേഷം പ്രപഞ്ചത്തെ ലയിപ്പിച്ച് അഥവാ സംഹരിച്ച് വീണ്ടും പുതിയ സൃഷ്ടിക്ക് അവസരമൊരുക്കുന്നത് ശിവനാണെന്നാണ് വിശ്വാസം. ശിവനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ത്രിമൂർത്തികളിലെ സ്ഥാനം. ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു സംരക്ഷകനുമാകുമ്പോൾ ശിവൻ കാലത്തെയും മൃത്യുവിനെയും നിയന്ത്രിക്കുന്ന സംഹാരമൂർത്തിയാണ്. തിന്മകളെ നശിപ്പിച്ച് നന്മയെ വീണ്ടെടുക്കുന്ന ദേവനായിട്ടാണ് ശിവനെ ആരാധിക്കുന്നത്. 2. രൂപഭാവങ്ങളും പ്രത്യേകതകളും. ശിവന്റെ രൂപത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഓരോന്നിനും ഓരോ അർത്ഥതലങ്ങളുമുണ്ട്. ജടയും ഗംഗയും. ശിവന്റെ ജടയിൽ ഗംഗാദേവി കുടികൊള്ളുന്നു. ഇത് ജ്ഞാനത്തിന്റെ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ചന്ദ്രകല. ശിരസിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ. ഇത് കാലത്തിന്റെ നിയന്താവാണെന്ന് കാണിക്കുന്നു. തൃക്കണ്ണ്. നെറ്റിയിലുള്ള മൂന്നാം കണ്ണ് അഥവാ ജ്ഞാനക്കണ്ണ് അറിവിനെയും അഗ്നിയെയും സൂചിപ്പിക്കുന്നു. ഇത് തുറന്നാൽ സംഹാരം നടക്കുമെന്നാണ് വിശ്വാസം. നീലകണ്ഠൻ. പാലാഴി മഥന സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ കാളകൂട വിഷം പാനം ചെയ്തതിനാൽ കഴുത്ത് നീലനിറമായി മാറി. അതിനാൽ നീലകണ്ഠൻ എന്നറിയപ്പെടുന്നു. സർപ്പം. കഴുത്തിൽ വാസുകി എന്ന പാമ്പിനെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നു. ത്രിശൂലവും ഡമരുവും. ത്രിശൂലം ത്രിഗുണങ്ങളെയും സത്വം, രജസ്, തമസ് എന്നിവയെയും ഡമരു ശബ്ദത്തെയും ഓംകാരത്തെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. 3. കുടുംബം. കൈലാസമാണ് ശിവന്റെ വാസസ്ഥലം. പത്നി പാർവതീദേവിയാണ് അഥവാ ശക്തി. മക്കൾ ഗണപതിയും സുബ്രഹ്മണ്യനും അഥവാ കാർത്തികേയനും. അയ്യപ്പൻ ശിവവിഷ്ണുപുത്രനായും കണക്കാക്കപ്പെടുന്നു. ശിവന്റെ വാഹനം നന്ദിയാണ് അഥവാ കാള. 4. ആരാധന. സാധാരണയായി ശിവനെ വിഗ്രഹരൂപത്തിലല്ല, മറിച്ച് ശിവലിംഗരൂപത്തിലാണ് ആരാധിക്കുന്നത്. ഇത് രൂപമില്ലാത്തതും അവസാനമില്ലാത്തതുമായ പ്രപഞ്ചശക്തിയെ സൂചിപ്പിക്കുന്നു. മഹാശിവരാത്രിയാണ് ശിവനെ ആരാധിക്കുന്ന പ്രധാന ദിവസം. ചുരുക്കത്തിൽ, ജനനമരണങ്ങൾക്കും കാലത്തിനും അതീതമായ, യോഗികളുടെ രാജാവായ, ആദിയോഗിയായ പരബ്രഹ്മശക്തിയായാണ് ശിവനെ കരുതുന്നത്. പരമശിവനെ, മഹാദേവനെ ആരാധിക്കുന്നത് ഭക്തർക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ നിരവധി ഗുണങ്ങൾ നൽകുന്നു എന്നാണ് വിശ്വാസം. ഭോലേനാഥ് എന്നറിയപ്പെടുന്ന ശിവൻ ഭക്തരുടെ ചെറിയ പ്രാർത്ഥനയിൽ പോലും വേഗത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ശിവനെ ആരാധിച്ചാൽ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. മനസ്സമാധാനം, മെന്റൽ പീസ്. ശിവനെ ധ്യാനിക്കുന്നതും ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ അകറ്റി മനസ്സിന് ഏകാഗ്രതയും സമാധാനവും നൽകാൻ ശിവാരാധനയിലൂടെ സാധിക്കുന്നു. 2. ഭയത്തിൽ നിന്നുള്ള മോചനം, റിമൂവൽ ഓഫ് ഫിയർ. ശിവൻ മൃത്യുഞ്ജയനാണ്. ശിവനെ ആരാധിക്കുന്നത് മരണഭയമുൾപ്പെടെയുള്ള എല്ലാത്തരം ഭയങ്ങളും അകറ്റാൻ സഹായിക്കുന്നു. ഭക്തർക്ക് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഇത് ഉത്തമമാണ്. 3. ദീർഘായുസ്സും ആരോഗ്യവും. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഭക്തർ ശിവനെ ആരാധിക്കുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം നൽകുമെന്നും അകാലമൃത്യുവിനെ തടയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 4. കോപം, അഹങ്കാരം എന്നിവയുടെ നിയന്ത്രണം. ശിവൻ സംഹാരമൂർത്തിയാണെങ്കിലും അദ്ദേഹം യോഗിയും കൂടിയാണ്. ശിവനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അമിതമായ കോപം, ദുരാഗ്രഹം തുടങ്ങിയവയെ നിയന്ത്രിക്കാനും സ്വയം തിരിച്ചറിവിലൂടെ സെൽഫ് റിയലൈസേഷൻ, സത്വഗുണം വളർത്താനും സാധിക്കുന്നു. 5. സന്തുഷ്ടമായ ദാമ്പത്യജീവിതം. ശിവനും പാർവതിയും അഥവാ ഉമാമഹേശ്വരന്മാർ ദാമ്പത്യത്തിന്റെ ഉത്തമ മാതൃകയാണ്. നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനായി അവിവാഹിതർ ശിവനെ ആരാധിക്കാറുണ്ട്. വിവാഹിതർ ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും വേണ്ടി ഉമാമഹേശ്വര പൂജ നടത്താറുണ്ട്. 6. ലളിതമായ ആരാധനാരീതി. മറ്റു ദൈവങ്ങളെ അപേക്ഷിച്ച് ശിവനെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ശുദ്ധജലം, കൂവളയില, ഭസ്മം എന്നിവ സമർപ്പിച്ചാൽ തന്നെ ഭഗവാൻ പ്രസാദിക്കും എന്നാണ് വിശ്വാസം.
ആർഭാടങ്ങളില്ലാത്ത ഭക്തിയാണ് ശിവൻ ആഗ്രഹിക്കുന്നത്. 7. ഗ്രഹദോഷശാന്തി. ജ്യോതിഷപ്രകാരം ശനിദോഷം, രാഹുകേതു ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ശിവാരാധന ഉത്തമമാണ്. ശനിയുടെ അധിപൻ കൂടിയാണ് ശിവൻ. 8. മോക്ഷപ്രാപ്തി. ജനനമരണചക്രങ്ങളിൽ നിന്നും മോചനം നേടാനും ആത്മീയമായ ഉന്നതിക്കും മോക്ഷം ശിവ ആരാധന വഴിയൊരുക്കുന്നു. യോഗികളുടെയും ജ്ഞാനികളുടെയും ദൈവമാണ് ആദിയോഗിയായ ശിവൻ. ശിവനെ ആരാധിക്കാൻ ഉത്തമമായ സമയങ്ങൾ: തിങ്കളാഴ്ചകൾ, ശിവനു പ്രിയപ്പെട്ട ദിവസം, പ്രദോഷ ദിവസങ്ങൾ, മഹാശിവരാത്രി, തിരുവാതിര നാൾ.